അടിപൊളി ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് ഇച്ചിരി നടക്കണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നടക്കും. കവാസു 7 ഫോൾസ് ഇസുവിലെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. ഈ അരുവിക്ക് സൈഡിൽ കൂടെ ഇതുപോലെ അടിപൊളി ഒരു വഴിയുണ്ട്. അതിലെ കൂടെ അങ്ങ് പയ്യെ നടന്നാ മതി. ഈ കാണുന്ന ആവി ഉണ്ടല്ലോ, അത് ഹോട്ട് സ്പ്രിംഗ് ആണ്. ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന മിനറൽസ് ഒക്കെ അടങ്ങി ഈ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് ഇത്. ഇവിടുത്തെ വെള്ളമെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. കുറെ പേര് ഹൈക്കിങ്ങിനൊക്കെ പോകുന്നത് കണ്ടു. അപ്പൊ മനസ്സിലായി എന്തായാലും കുറെ നടക്കാനുണ്ടെന്ന്. എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. ഇവിടെ ഒരു 100 ഇട്ടിട്ട് ഈ കല്ലിൻ്റെ അകത്തുനിന്ന് ഒരു 3 കല്ലെടുത്തിട്ട് ദാ ആ പെണ്ണ് ചെയ്തതുപോലെ ഇങ്ങനെ എറിയണം. അതിൽ ഏതെങ്കിലും ഒരു കല്ല് അതിൽ വീണാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും. ഇത് കേട്ടതും നമ്മുടെ ബോയ്സ് എല്ലാം ചറവറായ ഏറായിരുന്നേ. ഭാഗ്യത്തിന് ഒറ്റ കല്ല് വീണിട്ടില്ല. ഈ വെള്ളത്തിന്റെ കളർ നോക്കി, ചെറിയൊരു ബ്ലൂ കളർ ഇല്ലേ. കവാസു 7 ഫോൾസിലെ മെയിൻ ഒരു ഫോളാണ് ഇത്. നല്ല തണുത്ത വെള്ളത്തിൽ കാലൊക്കെ ഇങ്ങനെ മുക്കിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും മത്സരമായിരുന്നേ. എന്തായാലും അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു. ഈ തടി കൊണ്ടുള്ള സ്റ്റെപ്പൊക്കെ ഇപ്പൊ തീരും എന്ന് വിചാരിച്ചിട്ട് തീരുന്നേ ഇല്ലായിരുന്നു. ഈ ബ്ലൂ കളർ വെള്ളം എല്ലാം കണ്ട് കാടും മലയും എല്ലാം താണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറേ നടക്കാനുണ്ടായിരുന്നേ. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഉണ്ടായ ഈ പാറയിലെ ഡിസൈനൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെ ഞങ്ങൾ അവസാനം വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിലെത്തിയേ. ഇത് നല്ല ഭംഗിയായിരുന്നു. വെയിലൊക്കെ ഉള്ളത് കാരണം ഇതാ മഴവിലൊക്കെ അവിടെ കാണുന്നുണ്ടായിരുന്നേ. പിന്നെയും ഞങ്ങൾ കുറേ സ്റ്റെപ്പുകൾ കയറി. അങ്ങനെ കുറേ സ്റ്റെപ്പെല്ലാം കയറി ഞങ്ങൾ ഇതാ ഈ അരുവിയുടെ ഫ്രണ്ടിലാണ് എത്തിയത്. ഇത് ശരിക്കും ഒരു കാടാണ്. എല്ലാവരും ഒന്നും ഇവിടെ വരെ വരാറില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും കുറെ മുകളിലോട്ട് നടന്നപ്പോൾ ഒരു നിരപ്പായ സ്ഥലം വന്നു. അതിലെ നേരെ നടന്ന റോട്ടിലെത്താന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റെപ്പിലെത്തി. പിന്നെ ഇതാ വന്ന വഴി തന്നെ പിന്നെയും നടക്കേണ്ടി വന്നു. നടന്ന മടുത്തെങ്കിലും ഞങ്ങൾ കാണാൻ വന്നത് ഓൺസൺ ഒക്കെ ഉള്ളൊരു വാട്ടർഫോൾ ആണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും നടന്നു. പക്ഷെ ഇതല്ല, ഇതിന്റെ താഴെയാണ് ആ വാട്ടർഫോൾ. അവിടെ വരെ നടക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഇല്ലായിരുന്നു.